ചങ്ങായിമാരെ ഞെട്ടിപ്പിക്കുന്ന ഒരു പുതിയ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചെങ്കില് തലയിൽ തൊപ്പി വെച്ച മുസ്ലിം കുട്ടികൾക്ക്, അതായത് മുസ്ലിം ആചാരപ്രകാരമുള്ള തൊപ്പിയില്ലേ, ആ തൊപ്പി വെച്ച മുസ്ലിം കുട്ടികൾക്ക് സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കൂലെന്ന് ഒരു പ്രധാനാധ്യാപിക പറഞ്ഞിരിക്കുന്നു. അത് നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന ഒരു എയ്ഡഡ് സ്കൂളിലെ ഒരു പ്രധാനാധ്യാപികയാണ് ഇത്രയും വൃത്തികെട്ട കാര്യം പറഞ്ഞിട്ടുള്ളത്. ആ പ്രധാനാധ്യാപികയുടെ പേര് നിങ്ങൾക്ക് അറിയണ്ടേ? ബ്ലസി ജോർജ്. അപ്പൊ സംശയമൊന്നുമില്ലല്ലോ, ഒരു പക്ക ക്രിസംഗീണയാണ് ആ പ്രധാനാധ്യാപിക. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ചെറിയ വാർത്ത ഞാൻ നിങ്ങളെ കേൾപ്പിച്ചുതരാം. അതിനുശേഷം നമുക്കില്ല അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. കൊല്ലം ശാസ്താംകോട്ടയിൽ എയ്ഡഡ് സ്കൂളിൽ ചേരാനെത്തിയ ദർസിലെ ഉൾപ്പെടെയുള്ള മുസ്ലിം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകിയില്ല എന്ന് പരാതി. ഡോക്ടർ സ്റ്റീഫൻ മെമ്മോറിയൽ RHSSലെ പ്രധാന അധ്യാപികയ്ക്കെതിരെയാണ് പരാതി. വെള്ളവസ്ത്രവും തലപ്പാവും ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ സ്കൂളിൽ പഠിപ്പിക്കാനാകില്ലെന്ന് ഹെഡ്മിസ്ട്രസ് പറഞ്ഞതായി രക്ഷിതാക്കളും അധ്യാപകരും PTA വൈസ് പ്രസിഡന്റും പറയുന്നു. ജൂൺ 1 ശാസ്താംകോട്ട RHSൽ വിവിധ ക്ലാസുകളിൽ പ്രവേശനത്തിനെത്തിയ വിദ്യാർത്ഥികൾക്കാണ് പ്രധാനാധ്യാപിക അഡ്മിഷൻ നിഷേധിച്ചത്. സ്കൂളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായതിനാൽ അധ്യാപകർ ഗൃഹസന്ദർശനം ഉൾപ്പെടെ നടത്തിയാണ് കുട്ടികളെ കണ്ടെത്തിയത്. ചക്കുവള്ളിയിലുള്ള ദർസും സമീപ പ്രദേശങ്ങളിലെ മുസ്ലിം വിദ്യാർത്ഥികളും ഉൾപ്പെടെ 30ഓളം പേരാണ് എത്തിയത്. മതത്തിന്റെയും വസ്ത്രത്തിന്റെയും പേരിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചുവെന്നാണ് പരാതി. അഡ്മിഷൻ എടുക്കാൻ രാവിലെ എത്തിയ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പ്രധാനാധ്യാപിക ബ്ലസി ജോർജ് അപമാനിച്ചാണ് മടക്കിയതെന്ന് PTA ഭാരവാഹികളും പറയുന്നു. ആ അവസ്ഥയൊന്ന് ആലോചിക്കട്ടെ. ഓരോ അധ്യാപികമാരുണ്ടല്ലോ, അവരുടെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവിടുന്ന് ഇവിടുന്നൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഓരോ കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവരും. പക്ഷെ ഇതുപോലുള്ള ക്രിസംഗിണി വർഗീയവാദിയായ പ്രധാനാധ്യാപികമാരുണ്ടല്ല, ആ പാവപ്പെട്ട അധ്യാപികമാരുടെ ജോലി നഷ്ടപ്പെടാൻ വേണ്ടി ഇമാതിരി വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യും. കുറച്ചു കാലം മുന്നേ ഒരു മുസ്ലിം പെൺകുട്ടി ഉണ്ടല്ല, തലയിൽ തട്ടമിട്ടതിന്റെ പേരിലായിരുന്നു ഒരു ക്രിസംഗിണി കന്യാസ്ത്രീ പ്രശ്നം ഉണ്ടാക്കിയത്. ഇതിപ്പോ തലയിൽ തൊപ്പി വെച്ച് വന്ന മുസ്ലിം ആൺകുട്ടികളെ കാണുമ്പോഴാണ് ഈ ക്രിസംഗിണി അധ്യാപിക ഉണ്ടല്ല, ഈ പ്രധാനാധ്യാപകർക്ക് കുരുപൊട്ടുന്നത്. കന്യാസ്ത്രീയുടെ വിഷയം ഉണ്ടല്ല, അതൊരു മാനേജ്മെന്റ് സ്കൂളാണ്. ആ മാനേജ്മെന്റാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നതെങ്കിലും വിചാരിക്കാം. പക്ഷെ ഇതുണ്ടല്ല, ഇതൊരു എയ്ഡഡ് സ്കൂളാണ്. ഇവിടുത്തെ ശമ്പളം, അവരാ വാങ്ങുന്ന ശമ്പളം ഉണ്ടല്ല, ഇവിടുത്തെ ഓരോ മുസ്ലിമിന്റെയും ഓരോ ഹിന്ദുവിന്റെയും ഓരോ ക്രൈസ്തവന്റെയും നികുതി പണം കൊണ്ടാണ്. എന്നിട്ടാണ് അവരുണ്ടല്ല ഇമാതിരി വൃത്തികെട്ട വർഗീയത സ്കൂളിൽ കാണിക്കുന്നത്. എനിക്ക് സർക്കാരിനോട് വിദ്യാഭ്യാസ മന്ത്രിയോട് ഒരു കാര്യം പറയാനുള്ളൂ. ആ അധ്യാപികനല്ല, ആ പ്രധാനാധ്യാപികന സ്കൂളിൽ നിന്നിട്ടില്ല ചാവുട്ടി പുറത്താക്കണം. അവർക്ക് ആ സ്കൂളിലെ പ്രധാനാധ്യാപിക എന്നല്ല, സ്കൂളിന്റെ പടി ഉണ്ടല്ല, പടി ചവിട്ടാൻ പോലുള്ള യോഗ്യതയില്ല. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിൽ തന്നെയുള്ള ഒരു അധ്യാപിക ഉണ്ടല്ല, ആ പ്രധാനാധ്യാപികയെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ആ പറയുന്ന അധ്യാപിക ഉണ്ടല്ല, അവർ ഹിന്ദു തന്നെയാണ്, അല്ലെങ്കിൽ സംഖ്യയിലുണ്ടല്ല, അതിലും കൊതിത്തിരിപ്പുണ്ടാക്കും. ഇവിടെ മുസ്ലിങ്ങളെ കയറ്റത്തില്ല, വെള്ളവസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല, വെള്ളിയാഴ്ച വരുന്നില്ലെങ്കിൽ ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവർ അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. ഈ രക്ഷാതാക്കൾ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും വരാം, എല്ലാ ദിവസവും ടീച്ചർ അഡ്മിഷൻ എടുക്ക്. ഈ ടീച്ചർ അതും കേട്ടില്ല. ജൂൺ 1 പ്രവേശനോത്സവത്തിൽ ചക്കോളി ഭാഗത്തുനിന്ന് ഒരു 10-30 കുട്ടികളും രക്ഷാകർത്താക്കളും TCയും പിന്നെ ആവശ്യമായ രേഖകളും കൊണ്ട് നമ്മൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ ഞങ്ങൾ പോയാണ് കൊണ്ടുവന്നത്. വണ്ടിക്കകത്ത് കൊണ്ടുപോയി കുറേ ആൾക്ക് കൊണ്ടുവന്ന് ഇവിടെ ആക്കി. അപ്പോൾ പ്രവേശനോത്സവം നടന്നു. അത് കഴിഞ്ഞിട്ട് അവർ അഡ്മിഷൻ്റെ സമയത്ത് ഞങ്ങൾ തന്നെ അവിടെ എഴുതി അഡ്മിഷനാക്കി ഓരോരുത്തരെ ഞങ്ങൾ ആ ഓഫീസിൻ്റെ മുമ്പിൽ എത്തിച്ചപ്പോൾ ഇവിടെ കുറച്ച് അവർക്ക് ചില കുട്ടികൾക്ക്, ഈ തെരച്ചിലെ കുട്ടികൾക്ക് വെള്ളിയാഴ്ച വരാൻ സാധിക്കത്തില്ല. അപ്പം പറഞ്ഞ് ഇവർ ഓരോരുത്തരെ വിളിച്ചിട്ട് ചോദിച്ച് എല്ലാ ദിവസം വരും. HM വിളിച്ച് ഓരോരുത്തരും ചോദിച്ച് നിങ്ങൾ എല്ലാ ദിവസം വരുന്ന കുട്ടികളാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വെള്ളിയാഴ്ച കാണും മുടങ്ങുമായിരിക്കും ടീച്ചർ എന്ന് പറഞ്ഞു. ഇവിടെ മുസ്ലിങ്ങളെ കയറ്റത്തില്ല, വെള്ളവസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല, വെള്ളിയാഴ്ച വരുന്നില്ലെങ്കിൽ ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവർ അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. ഈ രക്ഷാതാക്കൾ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും വരാം, എല്ലാ ദിവസവും ടീച്ചർ അഡ്മിഷൻ എടുക്ക്. ഈ ടീച്ചർ അതും കേട്ടില്ല. ഞങ്ങൾ ഈ തെരച്ചിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾ അവർ ഒരു ദിവസം പോലും ഞങ്ങൾ വീട്ടിൽ ഇരുത്താതെ കുട്ടികളെ കൊണ്ടുവന്ന് നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുട്ടികളെ ഈ PTA-കാരെല്ലാം കൂടിയാണ് ചക്കവള്ളി ഞങ്ങൾ കുട്ടികളെ കൊണ്ടുവന്നത്. കൊണ്ടുവന്നത് ഞങ്ങൾ 2-3 അധ്യാപകരും അത് കഴിഞ്ഞിട്ട് PTA-കാരും കൂടെ കൊണ്ട് എൻ്റെ ഒരു പോസ്റ്റിന്റെ കാര്യം കൊണ്ടാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നത്. ഈ ടീച്ചറിന് അല്ലാതെ ഞങ്ങൾക്ക് വ്യക്തിവൈരാഗ്യം ഒന്നുമില്ല. രാത്രി മുതൽ ഞങ്ങൾ സംസാരിക്കുക എടുക്കുകയും ചെയ്ത് ഈ മുസ്ലിം കുഞ്ഞുങ്ങൾ എന്ന് കണ്ടപ്പോഴാണ് അവർക്ക് മാനസികമായിട്ട് ഒരു വിഭ്രാന്തി ഉണ്ടായി. അവിടെ ആ രക്ഷാകർത്താക്കളെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിലാണ് പറഞ്ഞു വിട്ടത്. അതുപോലെ തന്നെ ഈ കുട്ടികളെ എടുക്കാതിരിക്കാൻ ഇവിടെ അത്രയും സ്ട്രെങ്ത് ഉണ്ടോ? അത്രയ്ക്ക് കൂടുതൽ 5ാം ക്ലാസ് 5 കുട്ടികളെ വന്നിട്ടുള്ളൂ ഈ ഏരിയയിൽ നിന്ന്. അത് വന്നിരിക്കുന്നത് ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ അനിയന്മാർ മാത്രമാണ് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. അത് ഞങ്ങളെ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ കുട്ടികളെ ഇവിടെ ചേർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ടീച്ചറിനെ ഇവിടെ പഠിപ്പിക്കുന്ന ഈ ടീച്ചറുള്ള കാലത്തോളം ഈ കുട്ടികൾ വരത്തില്ല എന്ന് രക്ഷാകർത്താക്കൾ ഞങ്ങളുടെ മുഖത്ത് നോക്കി. അപ്പോൾ എൻ്റെ ഒരു പോസ്റ്റിനെ സംബന്ധിച്ച് വിഷയങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. ഈ 5 കുട്ടികളാണ് 5ാം ക്ലാസ്സിലേക്ക് വന്നത്. ഈ പാവപ്പെട്ട അധ്യാപികയുടെ ജോലി കളയുന്ന പരിപാടിയാണ് ആ ക്രിസംഗിണി വർഗീയവാദി പ്രധാനാധ്യാപിക ചെയ്യുന്ന കേട്ടാ. എനിക്കെന്താ പറയാനുള്ളതെന്ന് അറിയാം. ഈ പാവപ്പെട്ട അധ്യാപികനെ ജോലിയിലെടുക്കുക, എന്റെ ആ ക്രിസംഗിണി പ്രധാനാധ്യാപികയില്ലേ അവരുണ്ട് ആ സ്കൂളിൽ നിന്ന് ചവിട്ടി പുറത്താക്കുക. കഴിഞ്ഞിട്ടില്ല, ഇനി വേറൊരു അധ്യാപിക കൂടി ഉണ്ടല്ല നമ്മൾ ഈ ക്രിസംഗിണി പ്രധാനാധ്യാപികയെ കുറിച്ച് പറഞ്ഞ് കേൾക്കണം കേട്ടാ. അത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഈ അധ്യാപിക ഉണ്ടല്ല ഒരു ഹിന്ദു തന്നെയാണ്. അവസാനം ഇവര് പറഞ്ഞു പറ്റത്തില്ല, ഇവിടെ പഠിക്കാൻ പറ്റത്തില്ല, ഇവിടെ വെള്ള വസ്ത്രവും പറ്റത്തില്ല, തൊപ്പിയും പറ്റത്തില്ല.
അവർ പ്രയോഗിച്ചു, അത് വൈസ് പ്രസിഡന്റ് പറയും പ്രയോഗിച്ചൊരു പ്രയോഗമാണ്. സ്കൂൾ തുറന്ന ദിവസം അതിന് മുന്നേ ഞങ്ങൾ പോയി ഇങ്ങനെ PTA വൈസ് പ്രസിഡന്റ് ഞങ്ങൾ 2-3 അധ്യാപകരൊക്കെ പോയി ഇങ്ങനെ കുട്ടികളെ ക്യാൻവാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ദറസുണ്ട്. അപ്പോൾ ദറസിൽ അവിടുത്തെ ജോയിന്റ് സെക്രട്ടറി കാണാൻ പറഞ്ഞു. സെക്രട്ടറി പോയി കണ്ട്. അപ്പോൾ അവർ എങ്ങോട്ടും വിട്ടില്ല, അവർക്ക് അടുത്തൊരു സ്കൂൾ വേണം, കുഞ്ഞുങ്ങൾ പോയി വരാൻ. അപ്പോൾ ടീച്ചർ എന്തായാലും കാര്യമായി പ്ലസ് ടു വരെയുള്ള സ്കൂളാണല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്നും വരുമോ എന്ന് വരുന്ന കുട്ടി എനിക്കൊന്നും ചോദിക്കാൻ റൈറ്റ്സ് ഇല്ല. പക്ഷേ ഞാൻ ചോദിച്ചെന്ന് അപ്പോൾ പറഞ്ഞ് ടീച്ചറെ ഞങ്ങൾ വെള്ളിയാഴ്ച ചിലപ്പോൾ ഇതായിട്ട് നമ്മൾ കുഴപ്പമില്ല കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളെ ഏർപ്പാട് ചെയ്ത് അവർ തന്നെ ആ ചുറ്റുപാടൊന്നും അല്ലാത്ത കുറേ കുഞ്ഞുങ്ങളെ ഈ ദറസിലല്ലാത്ത കുറേ കുഞ്ഞുങ്ങളെ 8-9 കുഞ്ഞുങ്ങളെയോളം ഒക്കെ ചെയ്തു. എന്നിട്ട് ഇത് 26-27 ഡേറ്റിലാണ്. അതുവരെയും അപ്പം അൺഎക്കണോമിക് ആവുകയാണ് ഈ സ്കൂൾ. ജൂലൈ മാസം ഈ ഇതനുസരിച്ച് സ്ട്രെങ്ത് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ സ്കൂൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടുക. ഞാൻ പഠിച്ച സ്കൂളാണ്, എൻ്റെ സഹോദരങ്ങൾ പഠിച്ച, എൻ്റെ അച്ഛനും അമ്മയും പഠിച്ച സ്കൂളാണ്. പിന്നെ എൻ്റെ ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ച് സാധാരണ ഒരു മാനേജ്മെന്റ് സ്കൂളിൽ ഉണ്ടാകുന്ന യാതൊരു മാനസിക സമ്മർദ്ദങ്ങളും നമുക്കുണ്ടാവാറില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളും നമ്മൾ അവർ ബുദ്ധിമുട്ടില്ല. ടീച്ചറാണോ ഈ ടീച്ചറിന്റെ തീരുമാനമാണോ അത് HM-ആണോ അഡ്മിഷൻ കൊടുക്കില്ല എന്നുള്ള ഒറ്റ തീരുമാനം? HM മാത്രമാണ് പറഞ്ഞത്. മാനേജ്മെന്റിൽ ഒരു മനുഷ്യർ പോലും ഇവിടെ അഡ്മിഷൻ കൊടുക്കില്ല. അവർക്ക് ഇവിടെ ജാതിയോ മതമൊന്നുമില്ല. അങ്ങനെയാണ് ഞാനൊരു ഹിന്ദു, എനിക്ക് ഇവിടെ ജോലി തരത്തില്ലല്ലോ മാനേജർ, എനിക്ക് തരത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വിവേചനമേ ഇവിടെ ഇല്ല. എല്ലാ രക്ഷകർത്താക്കളും എല്ലാവരോടും അവരാ സമീപനം. അപ്പോൾ വന്നു ഈ കുട്ടികൾ എല്ലാവരും എത്തി ഞങ്ങൾ ബസ് വന്ന ബസ് കയറി ഈ ടീച്ചർ ഞങ്ങളുടെ സ്കൂട്ടറിൽ വന്ന് മഴ എന്നോ ഈ കുഞ്ഞുങ്ങളെല്ലാം വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴേ ഈ ടീച്ചറുടെ പെർഫോമൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വന്ന രക്ഷാകർത്താക്കളോട് PTA വൈസ് പ്രസിഡന്റിനോട് ചോദിക്കണം. ഞാൻ പറയുമ്പോൾ ഞാൻ അകത്ത് നിൽക്കുന്ന ടീച്ചർ. അപ്പോൾ വന്നിട്ട് ഇവിടെ എല്ലാം നടന്ന് ബഹളം വെച്ച് എന്തൊക്കെയോ അലക്കുക. ഇത് കഴിഞ്ഞ് സ്റ്റേജിൽ കയറി ഇവിടുത്തെ മാനേജ്മെന്റ് പ്രതിനിധി ലോക്കൽ മാനേജർ അച്ഛനാണ് മെഴുകുതിരി കൊടുത്ത് ഈ കുഞ്ഞുങ്ങളെല്ലാം വരവേറ്റ് ഞാനിവിടെ ആ സ്കൂൾ ബസ് ഞങ്ങൾ വരുമ്പോൾ അതിനകത്ത് വിരലിലെണ്ണാവുന്ന കുഞ്ഞുങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഈ കുഞ്ഞുങ്ങൾ എത്തിയപ്പോൾ അതൊരു മനോഹരമായി അതങ്ങ് നല്ല ഹാളൊക്കെ നിറഞ്ഞ നല്ല ഭംഗിയായി. അത് കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ഞാൻ ചെന്ന് പറഞ്ഞു ടീച്ചറെ അഡ്മിഷൻ എടുക്കണ്ടേ, എനിക്കിപ്പോൾ സൗകര്യം ഇച്ചിരി കാര്യം അങ്ങ് പോയി. PTA വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു ഈ കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ. അവർ കുഞ്ഞുങ്ങൾ രാവിലെ പറഞ്ഞു വന്നിരുന്നിട്ട് പറഞ്ഞു ഒരു കാര്യം എല്ലാം കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്കറിയാലോ സാധാരണ ഓൺലൈനിൽ വന്ന എല്ലാ സ്കൂൾ അഡ്മിറ്റ് ചെയ്യും. ഇവിടുത്തെ ടീച്ചർക്ക് ഹാർഡ് കോപ്പി വേണം. ഞാൻ അത് അവരോട് പറഞ്ഞ് ഹാർഡ് കോപ്പി എല്ലാവരും കൊണ്ടുവന്ന് TC ഹാർഡ് കോപ്പി, ആധാർ, ബർത്ത് സർട്ടിഫിക്കറ്റ്, അപേക്ഷാ ഫോം, ഇത്രയും സംഭവമായിട്ട് അവരിവിടെ വന്നു. 2 ആണുങ്ങൾ അതിനകത്ത് ഒരാളെയാണ് സാർ ഇപ്പോൾ വിളിച്ചത്. അകത്തോട്ട് കയറി ലോകത്തൊരു സ്കൂളിലും നടക്കാത്ത തരത്തിലുള്ള ബഹളം. അപ്പോഴത്തേക്ക് അച്ഛനങ്ങ് പോയായിരുന്നു ഉദ്ഘാടനം ചെയ്ത്. അദ്ദേഹത്തിന് വേറെ കാര്യമുണ്ടല്ലോ, പറ്റത്തില്ല നടക്കത്തില്ല. അപ്പോൾ ഇവർ തിരിച്ചറിഞ്ഞ് വന്നു ടീച്ചറെ ഞങ്ങൾക്ക് ഇവർക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് ക്ഷമിക്ക്, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. PTA വൈസ് പ്രസിഡന്റ് സംസാരിച്ചു. സാറേ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇവിടെ നടന്ന കാര്യങ്ങൾ ഇവിടുന്ന് അങ്ങേയറ്റം വരെ നടക്കും, അവിടെ നിന്ന് ഇങ്ങേയറ്റം വരെ നടക്കും. അലച്ചോണ്ട് വെച്ചാൽ ഭീകരമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഇറക്കാം. കുഞ്ഞുങ്ങൾ കണ്ടോണ്ടിരിക്കുക ഈ കാര്യങ്ങൾ മുഴുവൻ. അവസാനം ഇവർ പറഞ്ഞു പറ്റത്തില്ല, ഇവിടെ പഠിക്കാൻ പറ്റത്തില്ല, ഇവിടെ വെള്ള വസ്ത്രവും പറ്റത്തില്ല, തൊപ്പിയും പറ്റത്തില്ല. അവർ പ്രയോഗിച്ചത് വൈസ് പ്രസിഡന്റ് പ്രയോഗിച്ചൊരു പ്രയോഗമാണ്. ഇവിടെയുള്ള കുട്ടികളെ വേർതിരിച്ച് കാണാൻ മുസ്ലിം കുഞ്ഞുങ്ങളില്ല ഇവിടെ ഇല്ല. മനസ്സിലായി. നേരത്തെ ഒരു ടീച്ചർ ഇങ്ങനെ കുറെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിരുന്നു. ആ ടീച്ചർ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ നേരിട്ട് ആ ടീച്ചർ സർവീസിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥ ടീച്ചർ പോയി. എന്റെ ദൈവം എന്തൊക്കെയാ കേൾക്കുന്നത്. ആ സ്കൂളിലുണ്ടല്ലോ ഇപ്പൊ ഒരു മുസ്ലിം കുട്ടി പോലും പഠിക്കുന്നില്ല എന്ന് ഈ അധ്യാപിക പറയുന്നത്. മുന്നേ ഒരു അധ്യാപിക ഉണ്ടല്ലോ കുറച്ച് മുസ്ലിം കുട്ടികളെ കൊണ്ടുവന്നിരുന്നല്ലോ, അതിനുശേഷം ഉണ്ടല്ലോ ആ അധ്യാപിക ആ സ്കൂളിൽ നിന്ന് ജോലി കൊണ്ട അവസ്ഥ പോലും ഈ പ്രധാനാധ്യാപിക ഉണ്ടാക്കി പോലും. എന്നിട്ടും ഇത്രയും വലിയ വർഗീയത കൊണ്ടു നടക്കുന്ന, മനസ്സിൽ മൊത്തം മുസ്ലിം വിരുദ്ധത കൊണ്ടു നടക്കുന്ന ഒരു പ്രധാനാധ്യാപിക ആ സ്കൂളിൽ ഇത്രയും കാലമായിട്ട് ജോലി ചെയ്യുന്ന പറയുമ്പോഴല്ല സത്യം പറഞ്ഞാൽ എത്രമാത്രം അപമാനകരമായ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇനി നമുക്കുണ്ടല്ല ക്രിസംഗിനി വർഗീയവാദി പ്രധാനാധ്യാപികയെ കുറിച്ചിട്ട് ആ സ്കൂളിലെ PTA വൈസ് പ്രസിഡന്റില്ലേ അവര് പറഞ്ഞും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. ഇവരെല്ലാം കൂടി ഒരു ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവർ ഒരുപാട് രാവും പകലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പല ഇടത്തുനിന്ന് നിന്നുമാണ് ഈ 10-30 കുട്ടികളെ ഇവിടെ എത്തിച്ചത്. അപ്പോൾ ഈ വന്ന കുട്ടികൾ മുസ്ലിം കുട്ടികളായി പോയതിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടുത്തെ പ്രിൻസിപ്പളിന് ഹെഡ് മാസ്റ്റർ ഉള്ള ഒരു പ്രശ്നം. അവർ മുസ്ലിം കുട്ടികളായി പോയി. അവർ ധരിച്ചിരിക്കുന്ന വേഷം, അവർ വെള്ള ജുബായും പാൻറ്റും തൊപ്പിയൊക്കെ ഇട്ട് വന്നതിൻ്റെ ഒരു പ്രശ്നം അവർ ഏറ്റവും വലിയ ഇവർ വിചാരിക്കുന്നത് ഇവിടെ ഒരു ക്രിസ്ത്യൻ സ്കൂളാണ്. ക്രിസ്ത്യൻസിന്റെ മാത്രമാണ് സ്കൂളെങ്കിൽ അവർ ഈ മുസ്ലിം കുട്ടികളായാലും മറ്റ് മതത്തോടെ എല്ലാവരുടെയും നികുതി പണമല്ലേ ശമ്പളമായിട്ട് വാങ്ങിക്കുന്നത്. ഇവരെന്തുകൊണ്ട് ഈ വിവേചനം പഠിപ്പിക്കുന്ന കുട്ടികളെ വിവേചനം കാണിച്ചുകൊണ്ട് വർഗീയപരമായ രീതി കണ്ടുകൊണ്ട് ഈ കുട്ടികൾ അങ്ങനെ ഇവിടെ പഠിക്കും? ഇതിന് ഇത്രയും കുട്ടികളെ നമ്മുടെ കുട്ടികളെ ഇപ്പോൾ വീണ്ടും ഇതിനകത്ത് അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ട്. ഇനി ഇവരുടെ ഈ സ്വഭാവം അനുസരിച്ച് ഈ കുട്ടികളെ വീണ്ടും നമ്മൾ മാറ്റേണ്ടതായിട്ട് വന്നിരിക്കുക. കുറെ 3-4 കുട്ടികൾ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ മുസ്ലിം കുട്ടികളുള്ളത്. ഇപ്പോൾ ആ കുട്ടികൾ ഇപ്പോൾ ഇവരുടെ മുന്നിൽ ഇരിക്കാൻ പേടിയാ. കാര്യം അത്രയ്ക്ക് അവർ വളരെ നിഷ്ഠൂരമായ രീതിയിലാണ് അന്നത്തെ അവരുടെ പെർഫോമൻസ്. അവരുടെ മാതാപിതാക്കൾ പറയുന്നത് ഞങ്ങളങ്ങനെ ഈ സ്കൂളിൽ കുട്ടികളെ വിട്ടിട്ട് ഞങ്ങളങ്ങനെ പോകും മനസ്സമാനത്തോടെ പോകുന്നത്. ഇവരുടെ സംസാര രീതിയിലല്ലേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സാധാരണ രീതിയിൽ ഒരു രക്ഷകർത്താവ് അവരെ കുട്ടികളെ താല്പര്യപ്പെടത്തില്ലല്ലോ. ഒരു രക്ഷിതാവ് പോലുണ്ടല്ലോ ആ ക്രിസംഗിന് വർഗീയവാദി പ്രധാനാധ്യാപകർ ഇരിക്കുന്ന സ്കൂളിലേക്ക് കണ്ടല്ല ഒരു കുട്ടികളെയും പഠിക്കാൻ വിടാൻ പാടില്ലാട്ടാ. അതിപ്പോ ഹിന്ദുക്കളായാലും ശരി, അതിപ്പോ മുസ്ലിങ്ങളായാലും ശരി, ക്രിസ്ത്യാനികളായാലും ശരി, നിങ്ങളൊന്നും കുട്ടികളുണ്ടല്ല ആ വർഗീയവാദിന് പ്രധാനാധ്യാപകർ ഇരിക്കുന്ന സ്കൂളിലേക്ക് കണ്ടല്ല ഒരിക്കലും പഠിക്കാൻ വിടാൻ പാടില്ല. നിങ്ങൾ ആ സ്കൂളിൽ നിന്ന് TC വാങ്ങിയിട്ടുണ്ടല്ല നിങ്ങളെ കുട്ടികളെ വേറെ ഏതെങ്കിലും നല്ല സ്കൂളിലെ അവിടെ ചേർക്കുക. എന്നിട്ട് ഈ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും ഉണ്ടല്ല വേറെ സ്കൂളിലേക്ക് സ്ഥലം മാറ്റുക. ആ പ്രധാനാധ്യാപകരുണ്ടല്ല അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ല വീട്ടിൽ കുത്തിരിക്കേണ്ട അവസ്ഥയാക്കുക. കാരണം ആ സ്കൂളിൽ എല്ലാ സ്റ്റാഫുകാരുണ്ടല്ലോ ആ പ്രധാന അധ്യാപികയെ കുറിച്ച് കുറ്റം മാത്രമേ പറയുന്നുള്ളൂ. അതും വർഗീയവാദിയാണെന്നുള്ള കുറ്റമാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാരും വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ല ഈ ക്രിസംഗിന് വർഗീയവാദി
വർഗീയവാദി പ്രധാനാധ്യാപികയില്ലേ, ഇവർക്കെതിരെ നടപടിയെടുക്കുക, ആ സ്കൂളിൽ നിന്നില്ല അവരെ പിരിച്ചുവിടുക. ഒന്നാമത് നമ്മളെ നാട്ടിലുള്ള എന്തെങ്കിലും വർഗീയത കിട്ടാൻ വേണ്ടിയിട്ടില്ല സംഘികൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനാധ്യാപിക ഉണ്ടല്ല ഇത്രമാത്രം വർഗീയത മനസ്സിൽ വെച്ചിട്ട് അവൾ ജോലി ചെയ്യുന്നത്. അതും വർഗീയത കാണിക്കുന്നത് ആരോടാണ്? കുട്ടികളോട്, പഠിക്കാൻ വരുന്ന കുട്ടികളോടാണ് ഇവർ ഇത്രയും വൃത്തികെട്ട വർഗീയത കാണിക്കുന്നത്. അപ്പോഴെന്തായാലും സർക്കാർ ഈ പ്രധാന അധ്യാപകർക്കെതിരെ, ഈ വർഗീയവാദി പ്രധാന അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുന്ന എല്ലാ പ്രതീക്ഷയോടും കൂടി എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സൂലാണ്.